പ്രിയപ്പെട്ടവൾക്ക്, ഇതാ ഈ നിമിഷം പോലും നിന്നോട് എന്ത് പറഞ്ഞു തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. പ്രണയിക്കപ്പെടാൻ കാരണം വേണമെന്ന് വിശ്വസിച്ചിരുന്ന എന്നിൽ നിന്ന് കാരണമറിയാതെ സ്നേഹിക്കപ്പെടുന്ന മാജിക് പഠിപ്പിച്ച ഒരു അത്ഭുതമാണ് നീ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിന്നെ ആദ്യമായി കണ്ടതും നിന്റെ ആ ചിരിയുമൊക്കെ. അന്നേ വിടാൻ പറഞ്ഞതാണ്, പക്ഷേ മനസ്സിന് പറ്റിയില്ല. എവിടെയോ തട്ടി വീണ പോലെ. കാരണമോ സ്നേഹത്തിൻ്റെ അളവുകോലോ നീ എനിക്ക് നേരെ നീട്ടരുത്. എൻ്റെ കയ്യിൽ അതിന് ഉത്തരവില്ല. ഇഷ്ടമാണ് കാരണങ്ങളില്ലാതെ ഞാൻ അളക്കാൻ ആഗ്രഹിക്കാത്തത്രയും. ഞാൻ ഭയങ്കര പൈങ്കിളായി പോകുന്നുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന്. ആദ്യമായിട്ട് എങ്ങനെ ഒന്നും പറയാൻ കഴിയാതെ ഒരാളുടെ മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്. ഇതിനെ നിനക്ക് എങ്ങനെ വേണേലും സ്വീകരിക്കാം, തിരസ്കരിക്കാം. ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ടും അതുപോലെ വേണമെന്നുണ്ട്. കൂടെ നീ ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിഭ്രമിക്കേണ്ട, തീരുമാനം നിന്റെയാണ്. വഴിയിൽ കാത്തു നിൽക്കില്ല, പിന്നാലെ നടക്കില്ല. തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, അത്രമാത്രം. പിന്നീട് ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. നിന്റെ തീരുമാനത്തിനായി ഞാൻ കാത്തിരിക്കും. പോസിറ്റീവ് ആകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് പോസിറ്റീവെങ്കിൽ അതും. ഇനി ഇതിനെ കണ്ടില്ലെന്ന് അടിക്കുന്നതാണ് നിനക്ക് പോസിറ്റീവെങ്കിൽ അതും പറയാം. ഞാനെന്നും നിന്റെ ഒപ്പമാണ്, നിന്റെ തീരുമാനങ്ങളുടെ ഒപ്പമാണ്. ഞാൻ സ്നേഹിച്ചത് അതിനെയും കൂടിയാണ്. പിന്നെ മുന്തിരിത്തോപ്പുകളെ കുറിച്ചൊന്നും ഞാൻ എഴുതുന്നില്ല. എൻ്റെ പ്രണയം ഒരിക്കലും വർണ്ണനയല്ല, ജീവിതമാണ്. മറുപടി പ്രതീക്ഷിക്കും. ഏറെ സ്നേഹത്തോടെ.